ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗ്ലോ അപ്പ് ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ 10 ദിവസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ നമ്മളായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സാണ്. അതായത് ഗ്ലോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേഴ്സണൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ സ്റ്റൈലിലായാലും നമ്മുടെ കോൺഫിഡൻസിലായാലും നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലായാലും എല്ലാത്തിലും ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ചേഞ്ചിനെയാണ് ഗ്ലോ അപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് സ്കെഡ്യൂൾ ഒന്ന് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഉറങ്ങുന്ന സമയവും ഉണരുന്ന സമയം ഒന്ന് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കുറേ പേരാണെങ്കിലും ലേറ്റായിട്ട് ഫോണൊക്കെ നോക്കി, ലേറ്റായിട്ട് ഉറങ്ങി, ലേറ്റായിട്ട് ഉണർന്ന്, അങ്ങനെ നമ്മൾ ആ റുട്ടീനെ ഒരു സുഖമില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബോഡി ക്ലോക്കിൽ ഒരു ടൈം സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത്ര സമയത്ത് ഞാൻ കിടന്നുറങ്ങും, ഈ സമയമാകുമ്പോൾ ഞാൻ എണീക്കും. അങ്ങനെ ഒരു റുട്ടീൻ നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഒരു 8 to 9 hours സ്ലീപ്പ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ എന്തായാലും ഉറപ്പ് വരുത്തുക. ഇത് നമ്മുടെ ഗ്ലോ അപ്പിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നെക്സ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ, അതുപോലെ തന്നെ ബോഡി കെയർ എന്നുള്ള ഒരു ടോപ്പിക്സാണ് പറയുന്നത്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ അറിയാം, നമ്മൾ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് തുറന്നാൽ മതി, ആ പ്രൊഡക്റ്റ്, ഈ സിറം, അത് അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടി മുഖക്കുരു കുറയും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇൻഫ്ലുവൻസേഴ്സ് കുറേ ഐറ്റംസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ, ഒരു ബോഡി കെയർ റുട്ടീൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഫേസ് വാഷ്, ഒരു ടോണർ, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, അത് മതി. അതുപോലെ ബോഡി കെയർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നന്നായിട്ട് കുളിക്കുക, ഒരു സ്പ്രേയോ ഒരു മിസ്റ്റ്, ബോഡി മിസ്റ്റ് യൂസ് ചെയ്യുക, ബോഡി ലോഷനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കതൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കും. നെക്സ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക് ബേസ്ഡ് ടിപ്പാണ്. അതായത് ഇപ്പോൾ നമുക്ക് 10 ദിവസം വെക്കേഷൻ കിട്ടി, ആ സമയത്തൊക്കെ നമ്മളിരുന്ന് പഠിക്കണം, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും വർക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിന് കംപ്ലീറ്റ് ചെയ്യുക, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ലൈക്ക് നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക്, എന്ന് വെച്ചാൽ ഓണം വെക്കേഷൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് എഴുതാമെന്ന് വിചാരിച്ച് ഇരിക്കാതെ അത് വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. പിന്നെ നമുക്ക് വെക്കേഷൻ അടിച്ചു പൊളിക്കാമല്ലോ. പിന്നെ നമുക്കൊരു മെൻ്റൽ ഗ്ലോ അപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഗ്ലോ അപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ബുക്സൊക്കെ വായിക്കുക. അപ്പോൾ ബുക്ക് വായിക്കുമ്പോഴേക്കും നമ്മൾ വേറെ ആൾക്കാരുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനും അത് നമുക്ക് കുറച്ചും കൂടി ഒരു മെൻ്റൽ ഗ്ലോ അപ്പ് തരാനും സഹായിക്കും. നെക്സ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വയ്ക്കുക. റൂം ക്ലീനായി തന്നെ നമ്മുടെ മനസ്സ് പകുതി ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് നല്ലൊരു അടിപൊളിയാക്കാനായിട്ട് അത് സഹായിക്കും. നെക്സ്റ്റത്തെ എന്ന് പറയുന്ന ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് കുറേ സമയമൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലുകളൊക്കെ പുതിയത് പഠിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈൽസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യൂണിഫോമിൻ്റെ കൂടെ കിട്ടുമ്പോഴൊക്കെ നല്ല രസമുണ്ടാവും. പിന്നെയെന്ന് പറയുന്നത് വർക്കൗട്ടാണ്. വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് ഇങ്ങനെ ഡമ്പൽ പൊക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ വർക്കൗട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ബോഡി കഴിവതും നല്ല ആക്റ്റീവായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഡ്രിങ്ക് വാട്ടറാണ്. അതായത് നല്ലോണം വെള്ളം കുടിക്കുക. വെള്ളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക് ലിക്വിഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കുടിക്കുന്നത് നമുക്ക് മൊത്തത്തിലുള്ള ഗ്ലോ അപ്പിനാണ് നമുക്ക് സഹായിക്കുന്നത്. നമ്മളെ ബോഡിക്കായാലും നമ്മുടെ സ്കിന്നിനായാലും ഒക്കെ നല്ലതാണ്. അപ്പോൾ 2 to 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കുക. നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള ഫുഡ് നമ്മൾ എന്തായാലും കഴിച്ചിരിക്കണം. അതിൽ കൂടുതലോ കുറവോ കഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ഡെയിലി കഴിക്കുക. ന്യൂട്രീഷ്യസ് ആണെന്ന് ഉറപ്പ് വരുത്തുക. കുറച്ച് പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത് സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലിയാണ്. അതായത് ഇപ്പോൾ നമുക്ക് സ്കൂളൊക്കെ തുടങ്ങിയാൽ നമ്മൾ ഭയങ്കര ബിസിയാവും. നമുക്ക് ഫാമിലിയുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ നല്ല അടിച്ചു പൊളിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ടൈമിലാണ്. സോ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ട്രിപ്പ് പോകാൻ പറ്റുകയാണെങ്കിൽ ചെറിയ ട്രിപ്പ് പോവുക. അതുപോലെ തന്നെ ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ സിനിമയ്ക്ക് പോവുക. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ TV ഓൺ ആക്കിയിട്ട് ഒരു സിനിമ നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണുക. കുറേയും കൂടി സംസാരിക്കുക, അവരുടെ കൂടെ ഒരു അടിപൊളിയാക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെക്കേഷൻ യൂസ് ചെയ്യാം. അത് നമ്മളെ ഒരു മെൻ്റലി നല്ല ഗ്ലോ അപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക്
നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരായിരിക്കും ഇവരൊക്കെ. നമുക്ക് നമ്മുടെ ട്രൂ സെൽഫ് ഇവരെ മുന്നിലൊക്കെ എക്സ്പോസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ നല്ല ജോളിയായിട്ട് ഇവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അത് നമ്മളെ മെൻ്റൽ ഹെൽത്തിനും ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ഗ്ലോ അപ്പ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഭയങ്കര സുന്ദരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ല. നമ്മളുടെ ഒരു ബെറ്റർ വേർഷൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലോ അപ്പ് റൂട്ടീൻ ഫോളോ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊക്കെ അടിപൊളിയാണ്. നമ്മളെ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.